ഹലോ ഓൾ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കല്യാണത്തിനാണ് കേട്ടോ. ഓഫീസിൽ തന്നെയുള്ള വേറൊരു സ്റ്റാഫിൻ്റെയാണ് കല്യാണം. അപ്പം ഓഫീസിൽ വന്നതിന് ശേഷമാണ് നമ്മളെല്ലാവരും കൂടെ പോയത്. അങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കുര്യനാടെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ഉള്ളൊരു ചർച്ചിൽ വെച്ചായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ മൂവാറ്റുപുഴയൊക്കെ പോകുന്ന റൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏറ്റുമാനൂരിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ കുറേ ഈ പള്ളിയുടെ സൈഡിലല്ലേ, അവിടെ കുറേ ഊഞ്ഞാലും ഇങ്ങനത്തെ സീസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ആഗ്രഹമായിരുന്നു കയറണമെന്ന്. അങ്ങനെ നമ്മൾ അതിലൊക്കെ വലിഞ്ഞ് കയറി. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെണ്ണ് വന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടാണ് പെണ്ണും ചെക്കനും ഒക്കെ വന്നത്. ഇതാണ് നമ്മുടെ പെൺകൊച്ച് ജോസീന, അത് അവളുടെ ചേട്ടൻ. ഓക്കെ, അപ്പോൾ എൻഗേജ്മെൻ്റ് ആണ്. മനസ്സമ്മതമെന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, കല്യാണത്തിന് മുന്നുള്ള ചടങ്ങ് അതായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. ഡെക്കറേഷൻസ് ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ സ്റ്റേജ് ഡെക്കറേഷൻ ആണെങ്കിലും സൂപ്പറായിരുന്നു. അപ്പം ഓൾറെഡി കല്യാണ സ്ഥലത്താണ് ആളുകളൊക്കെ, അതുകൊണ്ട് നല്ല വൃത്തിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവിടുത്തെ മറ്റ് സ്റ്റാഫുകൾ. എല്ലാവരുമായിട്ടാണ് നമ്മൾ പോയത്. ഇന്ന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഓൾറെഡി പെണ്ണും ചെറുക്കനും ഒക്കെ സ്റ്റേജിലോട്ട് വന്നു. അന്നേരം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഒരുപാട് തിരക്കെന്ന് പറയാനില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം വേണ്ട ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ആ ഒരു ഫുൾ ഓഡിറ്റോറിയം കവർ ചെയ്യുന്ന രീതിക്കുള്ള ആളുകളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് അപ്പത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പവും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് അവിടെ ഈ മെഴുകുതിരി കത്തിക്കുന്നതും അതുപോലെ തന്നെ കേക്ക് കട്ടിങ്ങും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ വേണ്ടി പോയി. അതിനുശേഷം നമ്മൾ നേരെ പള്ളിയുടെ സൈഡിലായിട്ട് പോയിരിക്കുകയാണ് ചെയ്തത്. ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് കുറച്ച് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെയൊക്കെ ഒരുപാട് ഭംഗിയുള്ള ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തണൽ മരങ്ങളാണ്. ഇവിടെ വന്നിരുന്ന് എണീറ്റ് പോകാൻ തോന്നില്ല കേട്ടോ, അതുപോലെ തണുത്ത കാറ്റാണ്. അപ്പം നമ്മളവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് തിരിച്ചു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.